മദ്യമാഫിയകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ബജറ്റിൽ നികുതി ഇളവ് നൽകിയ സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് കെ.പി. അനിൽ ഉദ്ഘാടനം ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം സാർവത്രികമാക്കുന്നതോടെ സോഫ്റ്റ് ഡ്രിങ്ക് പോലെ എല്ലാ കടകളിലും മദ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. ഇത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ലഹരിക്ക് അടിമയാക്കുമെന്നും കെ.പി. അനിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി. ഷബീർ അധ്യക്ഷനായിരുന്നു. ശ്യാം പ്രസാദ്, സി. ഇല്യാസ്, കെ. ഷിബില, ഷഫീഖ, റനീഷ് എന്നിവരും സംസാരിച്ചു. ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ഫയൽ ഇവിടെ സൂചിപ്പിച്ചു. 3 മണിക്കൂർ അധികാരം ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ വൈകുന്നേരം പൂർത്തീകരിച്ച് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തണത് 2 മണിക്കൂർ 53 മിനിറ്റ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ്. എന്തൊരു ഭരണ വേഗത! 14-ാം തീയതിയോടുകൂടി ഇതിന് അംഗീകാരം നൽകുന്നു. എന്താ തീരുമാനം? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പകുതിയായി കുറയ്ക്കുന്നു, പകുതിയിൽ താഴെ കുറയ്ക്കുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.